ഇന്ന് ഞാൻ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാറുണ്ട്. പാലൊക്കെ തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടാണ് അത് ഉണ്ടാക്കാറ്. കുറച്ച് ടൈം പിടിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ ഇതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഏത് കമ്പനിയുടെ പാൽപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നിഡോ ആണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും നമ്മുടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലെ ബട്ടർ 1 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളം 1/2 കപ്പ്. അപ്പോൾ ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്രീം ടെക്സ്ചറിലായി വരണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ട ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീം പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ തുടരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 3-4 മാസം വരെയൊക്കെ ഇത് കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാൾക്ക് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പെരുന്നാൾക്ക് ഒന്നുകിൽ പുഡിംഗ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കും. അതിന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് നിങ്ങൾ ഈ പുഡിങ്ങോ അല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക കേട്ടോ. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടിയേ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായി, നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.